ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വറുത്തരച്ച് പച്ച ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 1 കിലോ എടുത്താലും നമ്മളിത് റെഡിയാക്കി വന്നു കഴിയുമ്പോൾ പകുതി പോലും ഉണ്ടാകത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ചധികം ഉള്ളിയും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമുക്ക് വേണേൽ മുരിങ്ങയ്ക്കയൊക്കെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഞാനിപ്പോൾ ഉള്ളി മാത്രം ഇട്ടിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി, ചെറിയ വലിപ്പം കുറഞ്ഞ ഉള്ളി ആയതുകൊണ്ട് അരിയേണ്ടി ഒന്നും വന്നില്ല. ചുമ്മാ രണ്ടായിട്ട് ഇങ്ങനെ കീറിയിട്ടേ. പച്ചമുളകും ഇഞ്ചിയും ഒരു കുറച്ച് 3-4 അല്ലി വലിയ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിനി ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി അരമുറി തേങ്ങയും 1 സ്പൂണ് മല്ലിയും എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണേ. പിന്നെ നമ്മൾ മുളകും മല്ലിയും ചേർക്കുന്നതുകൊണ്ടാണ് ആദ്യമേ തേങ്ങയുടെ ഒപ്പം ചേർത്തത് കേട്ടോ. നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ നന്നായിട്ട് റെഡിയാവുമല്ലോ. റെഡിയായ ശേഷം നമ്മളത് വാങ്ങി വെക്കാറാകുമ്പോഴത്തേനും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ചൂടാക്കി എടുത്താലും മതിയേ. ഇപ്പോൾ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച ഉള്ളി റെഡിയായിട്ടുണ്ട്. ഇനി ഉള്ളിയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിന് ശേഷം നമ്മൾ വെട്ടിക്കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കണം. ചെമ്മീൻ ചേർത്തിട്ട് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ചെമ്മീൻ വേകുമ്പം വെള്ളം അതിൽ നിന്ന് തന്നെ ഇങ്ങ് പോരും. പിന്നെ മാത്രമല്ല ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചത് കുക്ക് ചെയ്താലും ഭയങ്കര റബ്ബർ പോലെ ആയിപ്പോവും കേട്ടോ. അല്ലെങ്കിൽ തന്നെ ചെമ്മീൻ ഇങ്ങനെ അങ്ങനെ കട്ടിയാട്ടി ഇങ്ങനെ കിടക്കുള്ളൂ. മറ്റ് മീനുകൾ പോകുന്ന പോലെ പൊടിഞ്ഞ് അങ്ങനെ നാശമായിട്ട് പോകത്തില്ലായേ. ഇനി ഉള്ളിയും ചെമ്മീനും കൂടെ നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് എല്ലാം ഒരു മീഡിയം ഫ്ലെയിം, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം തന്നെ കണ്ടതിലേക്ക് നമ്മൾ ഒഴിച്ച എണ്ണയും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചെമ്മീനിൽ നിന്നുള്ള വെള്ളവും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ തേങ്ങ ഇതുപോലെ മൂപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാവേ. ഒരു മിക്സിയുടെ ജാറിലായിട്ടാക്കിയിട്ട് അരപ്പ് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3/4 ഭാഗം ഈ ചെമ്മീൻ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അരപ്പിലും കൂടി ഈ എണ്ണ തെളിയുന്നൊക്കെ രീതിയിൽ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് തീയലിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളിയും ചേർത്ത ശേഷം നന്നായിട്ട് തിളക്കണം. നന്നായി കുറുകി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.